കർമ്മയോധയുടെ തിരക്കഥ മോഷ്ടിച്ചതെന്ന് കണ്ടെത്തൽ 30 ലക്ഷം പിഴ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. മോഹൻലാലിനെ നായകനാക്കി മേജർ രവി സംവിധാനം ചെയ്ത ചിത്രം കർമ്മയോധയുടെ തിരക്കഥയെ ചൊല്ലിയുള്ള നിയമതർക്കത്തിൽ മേജർ രവിക്ക് തിരിച്ചടി. ചിത്രത്തിന്റെ തിരക്കഥ മേജർ റെജി മാത്യുവിന്റേതാണെന്ന് കോട്ടയം കൊമേഴ്സ്യൽ കോടതി വിധിച്ചു. പരാതിക്കാരന് 30 ലക്ഷം രൂപയും സിനിമയുടെ പകർപ്പവകാശവും നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. തന്റെ കഥയും തിരക്കഥയും സംഭാഷണവും അനുവാദമില്ലാതെയാണ് സിനിമയാക്കിയത് എന്നായിരുന്നു റെജി മാത്യുവിന്റെ പരാതി. കോട്ടയം കൊമേഴ്സ്യൽ കോടതി ജഡ്ജി മനീഷ് DA വിധി പ്രസ്താവിച്ചത്. 13 വർഷം നീണ്ട നിയമ നടപടികൾക്ക് ശേഷമാണ് തിരക്കഥ റെജിയുടേതാണെന്ന വിധി വന്നിരിക്കുന്നത്. 2012 റിലീസ് ചെയ്ത കർമ്മയോധയുടെ റിലീസ് തടയണമെന്നാവശ്യപ്പെട്ട് റിലീസിന് 1 മാസം മുൻപ് റെജി മാത്യു കോടതിയെ സമീപിച്ചിരുന്നു. അന്ന് 5 ലക്ഷം രൂപ പിഴ കെട്ടിവെച്ച ശേഷം സിനിമ റിലീസ് ചെയ്യാൻ കോടതി അനുവദിച്ചു. കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ സംബന്ധിച്ച് തർക്കമുണ്ട് എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് സിനിമ റിലീസ് ചെയ്യാനാണ് കോടതി അനുവദിച്ചത്. എന്നാൽ ഷാജി, സുമേഷ് എന്നിവരുടെ പേര് തിരക്കഥാകൃത്തുക്കളുടെ സ്ഥാനത്ത് ചേർത്താണ് അന്ന് സിനിമ റിലീസ് ചെയ്തത്. ഇത് കോടതി ഉത്തരവിന്റെ ലംഘനമാണെന്നാണ് ചൂണ്ടിക്കാട്ടി റെജി മാത്യു കോടതിയെ സമീപിക്കുകയായിരുന്നു. 40 ലക്ഷം രൂപ നഷ്ടപരിഹാരവും അദ്ദേഹം ആവശ്യപ്പെട്ടു. തിരക്കഥയും സംഭാഷണവും തന്റേതാണ് പ്രഖ്യാപിക്കണമെന്നും റെജി മാത്യു അവകാശപ്പെട്ടിരുന്നു. കേസിൽ സംവിധായകൻ മേജർ രവിയാണ് ഒന്നാം പ്രതി. കഥ തന്റെയാണെന്നും തന്റെ സിനിമ രചയിതാക്കളായ പലരുടെയും ചർച്ച ചെയ്ത് കൂട്ടത്തിൽ റെജി മാത്യുവിനോടും കഥ പറഞ്ഞതെന്നാണ് എന്നുമായിരുന്നു മേജർ രവിയുടെ വാദം. നിർമ്മാതാവ് ഹനീഫ് മുഹമ്മദ്, ഷാജി SV, സുമേഷ്, റോബിൻ എന്നിവരും കേസിൽ പ്രതികളാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക.